ഹലോ ഓൾ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആരി എംബ്രോയ്ഡറിയിൽ ബീഡ് വർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് സ്യൂവിങ് ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ട്രിമ്മർ, പിന്നെ ബീഡ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നീഡിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഈ നീഡിലിൻ്റെ ഇതുണ്ടല്ലോ ഭയങ്കര തിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരുപാട് എത്ര വേണമെങ്കിലും ബീഡ്സോ അല്ല ട്യൂബ്സൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഒരു ഇതിൽ വെച്ചിട്ട് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര തിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് ഗ്ലാസി ടൈപ്പായിട്ടുള്ള ഒരു ഷുഗർ ബീഡാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഏത് കളർ ഷുഗർ ബീഡാണോ എടുക്കുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്യൂവിങ് ത്രെഡും കൂടി എടുക്കുക. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ഇടുമ്പോൾ നമുക്ക് ആ ത്രെഡിൻ്റെ ഇത് കാണാതിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് എക്സാക്റ്റ് ആ കളർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ ഞാൻ ഉള്ള ഒരു കളർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇവിടെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ കെട്ടിടുക. എന്നിട്ട് എല്ലാം സെയിം പ്രോസസ്സിന് നമ്മളിതിന് മുന്നേ ചെയിൻ സ്റ്റിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ആ മെത്തേഡ് തന്നെയാണ്. ഇപ്പം നിങ്ങളത് കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കൂ. ഇനി നമുക്ക് ഈ നീഡിൽ എങ്ങനെയാണ് ബീഡ്സ് ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് അടപ്പിൽ ഇങ്ങനെ ബീഡ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ നീഡിലുണ്ടല്ലോ അതൊന്ന് സ്ലാൻറ്റിങ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു മാതിരി കുത്തി ഇങ്ങനെ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ ആ ബീഡ്സ് മൊത്തം ആ നീഡിലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഇതാവും, നമ്മളുടെ ആ നീഡിൽ ഫുൾ ലോഡായി കിട്ടും. ഓക്കെ, ഇപ്പോൾ കാണാനില്ലേ? അപ്പോൾ അങ്ങനെ ഇത് ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് കേട്ടോ, കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ബീഡ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്താ വെച്ചാൽ നമ്മളിത് നീഡിൽ 90 ഡിഗ്രിയിൽ ഇങ്ങനെ വെക്കുമ്പോഴേ ചിലപ്പോൾ ആ ബീഡ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ ജസ്റ്റ് ഫിംഗർ ത്രൂ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഹുക്ക് ഡയറക്ഷൻ കറക്റ്റ് ആ ഇതിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ വെച്ചിട്ട് നമ്മൾ മുന്നേ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് കുത്തുക. അടിയിലൊന്ന് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പം ആ ത്രെഡ് ഇങ്ങനെ വന്നില്ലേ, ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഒരു ബീഡ് ഒന്നിങ്ങനെ താഴെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ആ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, എന്നിട്ട് അടിയിലത്തെ ത്രെഡ് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ നീഡിലുണ്ടല്ലോ ആ ബീഡിൻ്റെ അടുത്തേക്ക്, അതായത് ക്ലോസ് ആയിട്ട് വരണം. നമ്മൾ ഒരുപാട് ഗ്യാപ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതായത് എവിടെയാണോ ബീഡ് ഇതാവുന്നത് അവിടെ തന്നെ നമ്മൾ അടുത്ത ടൈം നീഡിൽ പഞ്ച് ചെയ്യണം. അപ്പോഴാണ് നമുക്കത് ക്ലോസ് ആയിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ ത്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് അഗെയിൻ ആ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ആയിട്ട് അടിയിലത്തെ ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ അടിയിലത്തെ ത്രെഡ് വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ആയിട്ടുണ്ട്, ആ ബീഡിൻ്റെ അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ആ ബീഡ് എത്രത്തോളം പുറകോട്ട് ഇതാക്കാൻ പറ്റുമോ അത്രത്തോളം ഇതാക്കുക കേട്ടോ. എന്നിട്ട് നീഡിൽ പഞ്ച് ചെയ്യുക, അടിയിൽ ചുറ്റി കൊടുക്കുക. മീറ്റിംഗ് പോയിന്റിലെത്തുമ്പോൾ ആ നീഡിൽ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതെടുക്കുക, ത്രെഡ് എടുക്കുക. അഗെയിൻ നമ്മൾ ഓരോ ബീഡ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അടിയിലത്തെ ആ ത്രെഡ് ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ആയിട്ട് വരും. എന്നിട്ട് പഞ്ച് ചെയ്യുക, അടിയിൽ ചുറ്റുക, മുകളിലെത്തുമ്പോൾ നീഡിലൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അഗെയിൻ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഒരു ബീഡ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുക. അടിയിലത്തെ ആ ത്രെഡ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചൊന്ന് കൊടുക്കുക. എന്നിട്ട് നീഡിൽ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ത്രെഡ് ഇതെടുക്കുകയാണ്. അഗെയിൻ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നീഡിൽ ബീഡിന് തൊട്ടടുത്തായിട്ട് തന്നെ കുത്തുക, അടിയിൽ ചുറ്റിയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുക. അഗെയിൻ ബീഡ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 2 ബീഡ് വീണാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതാക്കുക, പഞ്ച് ചെയ്യാം. അടിയിൽ ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുക.
ബീഡ് ഇടുക, കുത്തുക, റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, ലൈക്ക് ത്രൂ ഔട്ട് ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ ഓരോ തവണയും നീഡിൽ പഞ്ച് ചെയ്തിട്ട് മുകളിലോട്ട് എടുക്കില്ലേ, മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ആ ബീഡ് തന്നെ ഇങ്ങോട്ട് വരും. നമുക്ക് വേണമെങ്കിൽ ഫിംഗർ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സിംഗിൾ ബീഡാണ്. ഇപ്പോൾ നമ്മൾ ഓരോ ബീഡ് വെച്ചിട്ടാണ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഓരോ ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിങ്ങിന് ഇട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ നീഡിൽ വന്നിട്ട് ബീഡ്സൊക്കെ കഴിഞ്ഞു, നമ്മൾ ലോഡ് ചെയ്തൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ലോഡിങ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഡ്സ് വന്നിട്ട് നമ്മളുടെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ നീഡിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഈ ബീഡിൻ്റെ ആ ഹോളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഈ നീഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫിംഗർ യൂസ് ചെയ്തിട്ട് ആ ബീഡൊന്ന് നീഡിലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഓക്കെ, ഇത് ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ആദ്യത്തെ ആണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ടൈപ്പ് ഓഫ് ലോഡിങ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ഫുള്ളായിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബീഡ്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ബീഡ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സെയിം ആ പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, ത്രെഡ് എടുത്തു, ഇതൊന്ന് വലിച്ചിട്ട് 2 ബീഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ പ്രോസസ്സ് ഇത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ബീഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഫിനിഷിങ് കിട്ടും. 2 ബീഡ് വെച്ചിട്ടോ അതുപോലെ 3 ബീഡ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതിനപ്പുറമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം 3 ബീഡ്സ് വരെ നമുക്ക് ആ ഇതിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറഞ്ഞത് 1 ബീഡ് വെച്ച് ചെയ്യേണ്ടതായിരിക്കും കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവുക കാണാനായിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. പിന്നെ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് എടുത്തു, എന്നിട്ട് അഗെയിൻ ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 1 more ടൈം നമ്മളിങ്ങനെ ഒരു ചെയിൻ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ നീഡിൽ അങ്ങനെ ടേൺ ചെയ്തിട്ട് ഫസ്റ്റ് ചെയിനിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നോട്ട് വീഴും. എന്നിട്ട് ഈ എക്സസ് ഉള്ള ത്രെഡ് അടിയിലൊന്നിങ്ങനെ ആ ത്രെഡ് ഉണ്ടല്ലോ, അടിയിലത്തെ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ ഫൈനലായിട്ട് ഇത് ഇങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ കാണുന്ന വീറ്റിൻ്റെ ഷേപ്പുള്ള ബീഡില്ലേ, ഇതും അതുപോലെ തന്നെ റൗണ്ട് ബീഡും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഫസ്റ്റ് റൗണ്ട് ബീഡ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ വീറ്റ് ബീഡും എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് ബീഡ്, വീറ്റ് ബീഡ്, അഗെയിൻ റൗണ്ട് ബീഡ്, വീറ്റ് ബീഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നീഡിൽ ലോഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫുൾ ലോഡായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. സെയിം അതേ പ്രോസസ്സ് തന്നെയാണ്. ആദ്യം നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ആ വീറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വീറ്റ് ബീഡ് ഫിറ്റ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ആ ത്രെഡ് എടുക്കുമ്പോൾ ആ വീറ്റ് ബീഡിൻ്റെ ലെങ്ത്തിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതലായിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് ഇടാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മളൊരു റൗണ്ട് ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മെത്തേഡ് എല്ലാം സെയിം ആണ്. നമ്മളുടെ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഡിഫറൻസ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം സറി ത്രെഡൊക്കെ ഹാൻഡിൽ ചെയ്ത് നീഡിലിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടിപ്പ്, അതായത് ആ നീഡിൽ പോയിൻ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് തിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ ചിലപ്പോൾ നൂലൊന്ന് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് പിരിയാനും അങ്ങനത്തെ ഒക്കെ കുറച്ച് ഇതുണ്ടാവും. ബട്ട് അത് കുഴപ്പമില്ല, നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പരമാവധി ഭയങ്കര സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നോക്കൂ. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു വീറ്റ് ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. കുത്ത് അടിയിൽ ചുറ്റിയിട്ട് അതിങ്ങനെ എടുക്കുക. ഓക്കെ, ഇനി അഗെയിൻ നമ്മൾ റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താ പറയുക, ത്രൂ ഔട്ട് ഈ പ്രോസസ്സ് തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്ത് പോവുക. ഇപ്പോൾ ഇത് ഫുൾ ചെയ്ത് വന്നിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഡ്രസ്സസിലാണെങ്കിലും ഈ ഒരു സ്റ്റിച്ച് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മളിവിടെ ഈ ഡിസൈന് എന്താ പറയുക, എൻഡ് നോട്ട് ഇട്ടിട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോമ്പിനേഷനിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം അവിടെ ഒരു ഫ്ലാറ്റ് ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരുമാതിരി ചെയിൻ മാതിരി രീതിയിലായിരുന്നു ഇത് കോർത്തിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, ഫ്ലാറ്റായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഹോളിലേക്ക് നമ്മളുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ സാധാ സൂചിയിൽ കോർക്കില്ലേ അതുപോലെ ഇതിങ്ങനെ നീഡിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ റൗണ്ട് ബീഡും പിന്നെ ഒരു വീറ്റിൻ്റെ ഷേപ്പിലുള്ള ആ ബീഡും പിന്നെ അഗെയിൻ ഒരു റൗണ്ട് ബീഡും എന്നുള്ള കോമ്പിനേഷനിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നൊക്കെ ചെയ്തില്ല അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഫ്ലാറ്റ് ആയിട്ടുള്ള ബീഡ് അതാദ്യം ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുത്തിയിട്ട് അടിയിൽ ചുറ്റുക, എന്നിട്ട് നീഡിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ എടുത്തതിന് ശേഷം ഞാൻ ഒരു റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നീഡിൽ ഇൻസേർട്ട് ചെയ്തു, പ്രോസസ്സ് തന്നെ. പിന്നെ ആ വീറ്റിൻ്റെ ഷേപ്പിലുള്ള ബീഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഇതിലിങ്ങനെ ചെയ്ത് പോവുക. ഫ്ലാറ്റ് ബീഡ്, പിന്നെ ഒരു റൗണ്ട് ബീഡ് ഇടുന്നു, പിന്നെ വീറ്റിൻ്റെ ഷേപ്പിലുള്ള ബീഡ്, അഗെയിൻ നമ്മളൊരു റൗണ്ട് ബീഡ് ഇടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഡിസൈൻ തീരാറായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ എൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് റൗണ്ട് ബീഡും പിന്നെ ഒരു വീറ്റ് ബീഡും റൗണ്ട് ബീഡും ഇട്ടിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാണ്, എൻഡ് നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സെമി ബീഡ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. നോർമൽ നമ്മൾ നേരത്തൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു ത്രെഡ് ഇങ്ങനെ എടുക്കുക, ഒരു ചെയിൻ ഇതുപോലെ എടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ സെമി ബീഡ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വൺസ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യുക, അടിയിൽ ചുറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, സെയിം അത് തന്നെയാണ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഇത് സെമി ബീഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ആ ബീഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ത്രൂ ഔട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ എൻഡ് നോട്ട് ഇട്ടിട്ട് ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം വീഡിയോസ് ഇനി കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.